കേരളത്തിന്റെ രാഷ്ട്രീയ തിയേറ്ററുകളിൽ കോൺഗ്രസ് ഇറക്കുന്ന ഗ്രൂപ്പ് കളി എന്ന എക്കാലത്തെയും വലിയ സൂപ്പർ ഹിറ്റ് പടത്തിന്റെ പുതിയൊരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കൂടി നമ്മൾ ഇനി കാണാൻ പോവുകയാണ്. സംവിധാനം ഡൽഹി, തിരക്കഥ ഗ്രൂപ്പുകാർ, നായകന്മാരോ ഓരോരുത്തരും അവരവരുടെ കസേരയ്ക്ക് വേണ്ടി വാളും പരിചയമായി നിൽക്കുന്ന നേതാക്കന്മാർ. സംഭവം വേറെയൊന്നുമല്ല, കേരളത്തിൽ കഷ്ടപ്പെട്ട് ഭരണം പിടിച്ചു, മുഖ്യമന്ത്രി കസേരയ്ക്ക് കിട്ടി, ഒപ്പിച്ചു. പക്ഷേ ആ കസേരയിലിരുന്ന് ഒന്ന് ശ്വാസം വിടാൻ പോലും സമ്മതിക്കാതെ സ്വന്തം പാർട്ടിയിലെ ഗ്രൂപ്പ് കളി ഇവർ തന്നെ കൊട്ടിക്കയറ്റുകയാണ്. തിരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി നടന്ന ആ അടിയും തല്ലുമൊക്കെ കേരളം മുഴുവൻ കണ്ട് ചിരിച്ച് മടുത്തതാണ്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ചൂടാറി വരുന്നതേയുള്ളൂ. അപ്പോഴിതാ അടുത്ത സംഭവം. പാർട്ടിക്ക് താഴെത്തട്ടിൽ ഒരു നാഥനില്ല, പുനഃസംഘടന മുടങ്ങിക്കിടക്കുന്നു, മുന്നണിയുടെ ഏകോപനം താളം തെറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് ഒടുവിൽ പുതിയ KPCC അധ്യക്ഷനെ വെക്കാനുള്ള കളി വീണ്ടും മുറുകിയിരിക്കുകയാണ്. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് കളിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ നേരെ ഡൽഹിയിലേക്ക് വണ്ടി കയറിയിരിക്കുകയാണ്. ഡൽഹിയിൽ ചെന്നിറങ്ങി ഹൈക്കമാൻഡിനെ വിരട്ടി തനിക്ക് ഇഷ്ടമുള്ളവനെ കൊണ്ടുപോയി കസേരയിൽ ഇരുത്താമെന്നാണ് അദ്ദേഹം കണക്ക് കൂട്ടുന്നത്. പക്ഷേ ഡൽഹിയിൽ ഇത്തവണ കളി വേറെ ലെവലാണ്. ഗ്രൂപ്പ് കളിയൊക്കെ കണ്ട് മടുത്ത ഹൈക്കമാൻഡ് ഇത്തവണ മുണ്ടുമടക്കി കുത്തി കടുത്ത കളി തന്നെയാണ് കളിക്കാൻ പോകുന്നത്. നിങ്ങൾ അവിടെ മുഖ്യമന്ത്രിയായി ഭരിച്ചാൽ പോരെ, ബാക്കി പാർട്ടി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊരു ലെവലിലാണ് കേന്ദ്ര നേതൃത്വം. അപ്പോൾ പിന്നെ സതീശൻ സാറിന്റെ ഡൽഹി മിഷൻ വിജയത്തിലെത്തുമോ, അതോ ഹൈക്കമാൻഡ് വല്ല പുതിയ പണിയും ഒപ്പിച്ചു വെക്കുമോ? എന്നാലും നമുക്ക് പരിശോധിക്കാം. ഇപ്പോ നിലവിലുള്ള മെയിൻ വിഷയം വേറെ ഒന്നുമല്ല, കേരളത്തിൽ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് കോൺഗ്രസ് അധികാരത്തിൽ വന്നെങ്കിലും ഇതുവരെയും പാർട്ടിക്ക് ഒരു പുതിയ KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ സാധിച്ചിട്ടില്ല. അധ്യക്ഷ കസേര കാലിയായി കിടക്കുന്നത് കൊണ്ട് താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളും പുനഃസംഘടനയും എല്ലാം പൂർണ്ണമായി സ്തംഭിച്ചു നിൽക്കുകയാണ്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാനും തനിക്ക് താല്പര്യമുള്ള ഒരാളെ ആ കസേരയിൽ ഇരുത്താനുമുള്ള ചർച്ചകൾക്കാണ് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ ഡൽഹിയിലേക്ക് വണ്ടി കയറിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടും KPCC അധ്യക്ഷൻ ആരായിരിക്കണമെന്ന കാര്യത്തിൽ മാത്രം ഒരു തീരുമാനത്തിലെത്താൻ ഇവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഫലം എന്താണെന്ന് അറിയാമോ? താഴെത്തട്ടിൽ പാർട്ടിയുടെ പ്രവർത്തനം പൂർണ്ണമായി സ്തംഭിച്ചു കിടക്കുകയാണ്. പാർട്ടി പുനഃസംഘടന എങ്ങോട്ട് പോകുന്നു എന്നോ അടുത്ത പടി എന്താണെന്നോ ആർക്കും ഒരു നിശ്ചയവുമില്ല. മുന്നണിയുടെ ഏകോപനമാകട്ടെ ആകെ താളം തെറ്റിക്കിടക്കുന്നു. ചുരുക്കത്തിൽ പാർട്ടി ഓഫീസുകൾ ഇപ്പോൾ ഒരുതരം നാഥനില്ല കളരി പോലെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ നാടകം ഇങ്ങനെ നീണ്ടുപോയാൽ പണി കിട്ടുന്നത് സർക്കാരിനും പാർട്ടിക്കും തന്നെയാണെന്ന് മനസ്സിലായപ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ ഒടുവിൽ രംഗത്തിറങ്ങിയിരിക്കുന്നത്. പുനഃസംഘടനയേക്കാൾ ഉപരി KPCC അധ്യക്ഷ കസേരയിൽ ആരിക്കണം എന്നത് സംബന്ധിച്ച് ഡൽഹി ഹൈക്കമാൻഡുമായി നേർക്കുനേർ ചർച്ച നടത്താൻ വേണ്ടിയാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെയാണ് സതീശൻ കണക്ക് കൂട്ടിയതിൽ വലിയൊരു പാളിച്ച വന്നിരിക്കുന്നത്. കേരളത്തിൽ നമ്മൾ എന്ത് തീരുമാനിച്ചാലും ഡൽഹി കണ്ണുമടച്ച് അനുസരിക്കുമെന്ന ആ പഴയ ധാരണയൊന്നും ഇത്തവണ നടക്കില്ല. കാരണം ഹൈക്കമാൻഡ് ഇത്തവണ കടുത്ത നിലപാടിലാണ്. നിങ്ങൾ അവിടെ മുഖ്യമന്ത്രിയായി ഭരിച്ചാൽ പോരെ, പാർട്ടി കാര്യങ്ങളും അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതുമൊക്കെയുള്ള പണികൾ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊരു ലെവലിലാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം പോകുന്നത്. അതായത് സംസ്ഥാന നേതൃത്വത്തിന്റെ അനാവശ്യ സമ്മർദ്ദങ്ങൾക്കോ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കോ ഇത്തവണ ഡൽഹിയിൽ വിലയുണ്ടാകില്ല. തനിക്ക് താല്പര്യമുള്ള വിശ്വസ്തനായ ഒരാളെ തന്നെ ആ കസേരയിൽ കുത്തിയിരുത്താൻ നോക്കുന്ന മുഖ്യമന്ത്രി സതീശന്റെ തന്ത്രങ്ങളെല്ലാം അവിടെ ചെന്നിറങ്ങുമ്പോൾ കണ്ടു പുകയുന്ന കാഴ്ചയായിരിക്കാം ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന്റെ കൂടെയാണ് മറ്റു പല മാസ്റ്റർ പ്ലാനുകളും ഡൽഹിയിൽ ഒരേ സമയം അരങ്ങേറുന്നത്. ഒരു വശത്ത് കേരളത്തിലെ ഗ്രൂപ്പ് കളിയൊക്കെ പാടെ കാറ്റിൽ പറത്തി പാർട്ടിയെയും ഭരണത്തെയും ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ KC വേണുഗോപാൽ തന്റേതായ സമവായ ഫോർമുലകളുമായി രംഗത്തുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കണ്ണടച്ച് വിശ്വാസമുള്ള KC മുന്നോട്ട് വയ്ക്കുന്ന ഈ ഫോർമുലയായിരിക്കും കേന്ദ്രം മുഖവിലക്കെടുക്കുക. മറുവശത്ത് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ മനസ്സിൽ വേറൊരു കണക്കുകൂട്ടലാണ്. കൊടിക്കുന്നിൽ സുരേഷിന്റെ സീനിയോറിറ്റിയും ഒപ്പം ദളിത് പ്രാതിനിധ്യവും മുൻനിർത്തി അദ്ദേഹത്തെ അധ്യക്ഷനാക്കണമെന്നാണ് ഖാർഗെയുടെ ആഗ്രഹം. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ അത് കോൺഗ്രസ് ഭരണത്തിന്റെ തുടർച്ചയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് അദ്ദേഹം കരുതുന്നത്. ഈ വാർത്ത കേട്ടതു മുതൽ കൊടിക്കുന്നിൽ സാറും വലിയ പ്രതീക്ഷയിലാണ്. എന്നാൽ ഇതൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ പ്ലാൻ. ഈ പഴയ സീനിയർ നേതാക്കളെയും ഗ്രൂപ്പ് സമവാക്യങ്ങളെയും ഒക്കെ മാറ്റിമറിച്ച് പാർട്ടിയിലും ഭരണത്തിലും കുറച്ചുകൂടി യുവത്വവും ഊർജ്ജസ്വലതയും കൊണ്ടുവരണമെന്നാണ് രാഹുലിന്റെ ആഗ്രഹം. കേരളത്തിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പുത്തൻ പരീക്ഷണങ്ങൾ നടത്താൻ തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി മുതിരുക.
ചുരുക്കം പറഞ്ഞാൽ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി മുട്ടാത്ത വാതിലുകൾ ഉണ്ടാവില്ല, കാണാത്ത നേതാക്കൾ ഉണ്ടാവില്ല. പക്ഷേ ഖാർഗെയുടെ മനസ്സിൽ കൊടിക്കുന്നിലാണ്, രാഹുലിന്റെ മനസ്സിൽ വേറെ ഏതോ യുവ നേതാവാണ്. KC വേണുഗോപാലിന്റെ കയ്യിലാകട്ടെ വേറെ ചില സമവായങ്ങളും. ഇതിന്റെ എല്ലാം ഇടയിൽപ്പെട്ട പാർട്ടിക്ക് അധ്യക്ഷനില്ലാതെ താഴെത്തട്ടിൽ പണിവിട്ട് കിടക്കുന്ന ഈ പ്രശ്നത്തിന് എന്ത് പരിഹാരമാവും ഡൽഹി കാണാൻ പോകുന്നത് എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചൂടൻ വിഷയം. ഇനി ഈ ഡൽഹി ചർച്ചകളിൽ ഏറ്റവും നിർണായകമായ പ്ലെയറെ കുറിച്ചാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വേറെ ആരെയും കുറിച്ചല്ല, നമ്മുടെ സ്വന്തം AICC ജനറൽ സെക്രട്ടറി സാക്ഷാൽ KC വേണുഗോപാലിനെ കുറിച്ചാണ്. കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളിലും ഭരണപരമായ തീരുമാനങ്ങളിലും ഹൈക്കമാൻഡിന്റെ കണ്ണും കാതും രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കണ്ണടച്ച് വിശ്വാസമുള്ള ഒരേ ഒരാൾ, അത് വേറെ ആരുമല്ല, നമ്മുടെ KC തന്നെയാണ്. കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പറക്കുന്ന എന്ത് രാഷ്ട്രീയ കോലാഹലങ്ങളും അവസാനിക്കുന്നത് ഈ മനുഷ്യന്റെ മേശപ്പുറത്താണ്. ഇവിടെയാണ് ഡൽഹിയിലെ യഥാർത്ഥ കളി നടക്കുന്നത്. കേരളത്തിലെ നേതാക്കന്മാർ എന്ത് ഗ്രൂപ്പ് തന്ത്രങ്ങളുമായി ചെന്നാലും മുഖ്യമന്ത്രി സതീശൻ തനിക്ക് താല്പര്യമുള്ള ആളുടെ പേര് ഡൽഹിയിൽ വെച്ചാലും ഹൈക്കമാൻഡ് അത് കണ്ണുമടച്ച് അംഗീകരിക്കില്ല. കാരണം കേരളത്തിലെ ഗ്രൂപ്പ് താല്പര്യങ്ങളെയൊക്കെ പാടെ കാറ്റിൽ പറത്തി പാർട്ടിയെയും ഭരണത്തെയും ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കാൻ പാകത്തിലുള്ള ഒരു കിടിലൻ സമവായ ഫോർമുലയാണ് KC ഇവിടെ പടച്ചു വിട്ടിരിക്കുന്നത്. അതായത് സതീശൻ അവിടെ ചെന്ന് എന്ത് തന്ത്രങ്ങൾ മെനഞ്ഞാലും രാഹുൽ ഗാന്ധിയുടെയും കേന്ദ്ര നേതൃത്വത്തിന്റെയും മുന്നിൽ ഫൈനൽ അപ്രൂവൽ കിട്ടുക KC മുന്നോട്ട് വയ്ക്കുന്ന ആ സമവായ ഫോർമുലയ്ക്കായിരിക്കും. സംസ്ഥാനത്തെ ഗ്രൂപ്പ് കളികൾക്കൊക്കെ കടിഞ്ഞാടിടാൻ പോകുന്ന ഒരുത്തനെ കസേരയിൽ ഇരുത്തുക എന്നതാണ് KCയുടെ പ്ലാൻ. അതുകൊണ്ട് പഴയ ഗ്രൂപ്പ് ആയുധങ്ങൾ വെച്ച് ഡൽഹിയിൽ ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് സതീശൻ സാറിനും മറ്റു നേതാക്കന്മാർക്കും വൈകാതെ മനസ്സിലാകും. ചുരുക്കത്തിൽ ഈ അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ ആര് വരണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമ്പോൾ ആ തീരുമാനത്തിന് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ നമ്മുടെ സ്വന്തം KC വേണുഗോപാൽ തന്നെയായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. സംഭവം ഇത്രയൊക്കെ ആണെങ്കിലും ഇതിന്റെ പുറകെ വരുന്ന ഏറ്റവും വലിയ ചോദ്യം വേറെയാണ് പ്രേക്ഷകരെ. ഈ ഡൽഹി ചർച്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഒടുവിൽ ഇവർ എന്ത് തീരുമാനമെടുക്കും, അല്ലെങ്കിൽ എന്ത് തീരുമാനമായിരിക്കും പുറത്തുവിടാൻ പോകുന്നത്? കാരണം എത്രയൊക്കെ ഗ്രൂപ്പ് കളിച്ചാലും ഡൽഹിയിൽ ചെന്ന് എത്ര തവണ വട്ടം കറങ്ങിയാലും കേരളത്തിൽ ഈ അധ്യക്ഷ നിയമം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിന്റെ തന്നെ റിസൾട്ട് നിർണ്ണയിക്കുന്ന ഒന്നാണ്. ഒരു വശത്ത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ ഉണ്ടാക്കി വെച്ച ആ പഴയ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ബാക്കി പത്രങ്ങൾ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയ സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിയിൽ മറ്റൊരു പവർ സെന്റർ കൂടി വളർന്നു വരുന്നത് ഒഴിവാക്കാൻ മുഖ്യമന്ത്രി പക്ഷം പരമാവധി ശ്രമിക്കുന്നുണ്ട്. തങ്ങൾക്ക് താല്പര്യമുള്ള ഒരാൾ KPCC അധ്യക്ഷനായില്ലെങ്കിൽ ഭരണകാര്യങ്ങളിലും മുന്നണി ഏകോപനത്തിലും അത് വലിയ രീതിയിൽ ഉരസലുകൾക്ക് കാരണമാകുമെന്ന് അവർ ഹൈക്കമാൻഡിനെ പരോക്ഷമായി ഓർമ്മിപ്പിക്കുന്നുണ്ടാവാം. ഇനി മറുവശത്താണെങ്കിലോ ഹൈക്കമാൻഡ് ചിന്തിക്കുന്നത് മറ്റൊന്നായിരിക്കാം. കേരളത്തിലെ ഗ്രൂപ്പുകളുടെ ഭീഷണിക്ക് വഴങ്ങി വീണ്ടും പഴയതുപോലെ പാർട്ടിയുടെ ഇതിനനുസരിച്ച് നിന്നാൽ അത് പാർട്ടിയുടെ അടിത്തറ തന്നെ തോൽപ്പിക്കുമെന്ന് കേന്ദ്ര നേതൃത്വത്തിന് നല്ല ബോധ്യമുണ്ടാവും. അതുകൊണ്ടാണ് ഇത്തവണ ആരുടെയും സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെടാതെ കേന്ദ്രത്തിന്റെ സ്വന്തം താല്പര്യപ്രകാരം അല്ലെങ്കിൽ ഒരു കൃത്യമായ സമവായത്തിലൂടെ മാത്രം ആളെ നിശ്ചയിക്കാമെന്ന കടുത്ത തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഡൽഹി സന്ദർശനവും ചർച്ചകളും വെറുമൊരു ഔദ്യോഗിക കൂടിക്കാഴ്ച മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെ അടുത്ത 5 കൊല്ലത്തെ വിധി നിർണ്ണയിക്കുന്ന അണിയറ നീക്കങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സതീശൻ സാർ ഡൽഹിയിൽ പോയി കളിച്ച് വിജയിക്കുമോ, അതോ ഹൈക്കമാൻഡ് അവരുടേതായ സർപ്രൈസ് നീക്കം നടത്തി ഇവരുടെയൊക്കെ കണക്കുകൂട്ടുകൾ തെറ്റിക്കുമോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.